ഹലോ എവ്രി വൺ. നമ്മുടെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്റർ ഹോങ്ക് ഹോങ്ക് ടൂട്ട് ടൂട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നുള്ള ആ ഒരു ഇഡിയം, ആ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്റ്റോറിയാണ്. നമ്മുടെ കാർ ആൻഡ് ദ ബസ്, കാറും ബസ്സും കൂടെ കൂട്ടിയിടിക്കുന്ന ആ ഒരു സ്റ്റോറി നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ അപ്പുറത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് ട്രീസ് ഉണ്ട്, അതുപോലെ വേറെ കുറേ ആനിമൽസൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നത് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളെല്ലാവരും കാറും ബസ്സും ഇടിക്കണ ആ ഒരു രംഗം നോക്കിയിരിക്കുകയാണ്. അവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പുറത്ത് കുറേ സംഭവങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ആ ഒരു സ്റ്റോറീനെ നമ്മളിവിടെ ഒന്നുകൂടെ വായിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആ പിക്ചറിൽ നോക്കി മനസ്സിലാക്കുക. ഫസ്റ്റ്, ദർ ഈസ് എ മൗസ്, ഹീസ് ലുക്കിംഗ് ത്രൂ ദ ബൈനോക്കുലർ. വാട്ട് ഈസ് ഹി ലുക്കിംഗ്? അവിടെ ഒരു മൗസ് ബൈനോക്കുലറിൽ കൂടെ നോക്കുകയാണ്. ആരെയാണ് നോക്കുന്നത്? ഒരു എഗ്ഗ് ഉണ്ടല്ലേ, ഒരു ഹെന്ന് ഒരു എഗ്ഗ് ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീന് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ആ മുട്ട എടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ, എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബേർഡ് എന്തായി, നമ്മുടെ ഹെന്ന് ഒന്നുകൂടെ എണീറ്റ് നിന്ന സമയത്ത് മൗസ് അതെടുത്ത് പോവാണ്. അപ്പോൾ ഹെന്ന് പിന്നാലെ പോവാണ്. ഹേ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോവാണ്. അടുത്ത പേജിൽ നമുക്ക് കാണാം നമ്മുടെ കാറും ബസ്സും ദേ ആർ ഹിറ്റിങ് ഈച്ച് അതർ അല്ലേ. കാറും ബസ്സും കൂട്ടിയിടിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഓ മൈ എഗ് എന്നും പറഞ്ഞ് ഹെന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഔച്ച്, നമ്മുടെ മൗസ് ആ എഗ് എടുത്തിട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്, തിരിച്ച് കൊടുക്കുകയാണ്. ആരെ കണ്ടപ്പോൾ? കോക്കിനെ കണ്ടപ്പോൾ. ഹെന്നിൻ്റെ കോക്കിനെ അവിടെ കണ്ട സമയത്ത് വേഗം ഇത് ഹെന്നിൻ്റെ എഗ്ഗ് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഇസ് ഇറ്റ് ഓക്കെ, ശരിയാണ്, അതായത് എഗ്ഗിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അതേസമയം നമ്മുടെ മൗസ് എവിടെ പോയി? ഓടിക്കതച്ച് അതിൻ്റെ മാളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നെക്സ്റ്റ് പിക്ചറിൽ കം ആരാണ് വിളിക്കുന്നത്? മൗസിൻ്റെ ഒപ്പമുള്ള സഹപാഠികൾ, മൗസിൻ്റെ ഫ്രണ്ട്സ്, മൗസിൻ്റെ റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ളവരാണ്. കം വേഗം ഓടിവാ എന്ന് വിളിക്കുകയാണ്. ആരെ? കട്ടെടുക്കാൻ പോയ മറ്റേ മൗസിനെ രക്ഷപ്പെടുത്തുക, വേഗം ഓടിവാ എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഒരു ഹെന്ന് നമ്മുടെ മറ്റേ കോക്കിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ മിസ്റ്റേക്കാണ് അല്ലേ. അതെ, അപ്പോൾ തന്നെ കോക്ക് തിരിച്ച് പറയുന്നുണ്ട് ഐ ആം സോറി എന്ന് പറയുന്നുണ്ട്. ശേഷം ആ ഹെന്ന് തിരിച്ച് പറയുന്നുണ്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോൾ അതിൽ നിന്ന് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് പഠിച്ചില്ലേ. ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മൾ പറയേണ്ട സെൻറ്റൻസാണ് എന്ത്? ഐ ആം സോറി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാനാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് വേർ ഈസ് ദ എഗ്ഗ് എവിടെയാണ് ഉള്ളത്? ഡ്രോ ഇറ്റ് ഇൻ ദ സ്യൂട്ടബിൾ പ്ലേസ്. അപ്പോൾ 4 പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ 4 പിക്ചേഴ്സ് കാണാം. അപ്പോൾ ആ 4 പിക്ചേഴ്സ് നമ്മൾ സ്റ്റോറിയിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ച് നോക്കാം. നമുക്കറിയാം എവിടെയാണ് എഗ്ഗ് ഇരിക്കണം എന്നുള്ള 4 പിക്ചേഴ്സിലും. ഫസ്റ്റ് പിക്ചറിൽ ആ ഹെന്നൊന്നിങ്ങനെ പാറിപ്പോകുന്ന സമയമാണ്. അപ്പോൾ എഗ്ഗ് എവിടെ ഇരിക്കണം എന്നുള്ളത് നമുക്കറിയാം അല്ലേ. നിങ്ങൾ കണ്ടെത്തി അവിടെ എഗ്ഗ് വരയ്ക്കുക. അതേപോലെ സെക്കൻഡ് പിക്ചറിൽ 2 ഹെന്ന് നിൽക്കുന്നുണ്ട്, ഒരു ഹെന്നും ഒരു കോക്കും. അപ്പോൾ ആരുടെ കയ്യിലാണ് എഗ്ഗ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അവിടെ എഗ്ഗ് വരച്ചു കൊടുക്കുക. തേർഡ് പിക്ചറിൽ അവിടെ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു സീനാണ്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ആരുടെ കയ്യിലാണ് എഗ്ഗ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എഗ്ഗ് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫോർത്ത് പിക്ചറിൽ നമ്മുടെ കള്ളൻ ആരാണ്? തീഫായിട്ടുള്ളത് ആരാണ്? നമ്മുടെ മൗസാണ് അല്ലേ. ആ മൗസ് എഗ്ഗ് എടുത്തിട്ട് പോകുന്ന ഒരു സീനാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? എവിടെയാണ്? മൗസിൻ്റെ കയ്യിലല്ലേ എഗ്ഗ്, അപ്പോൾ മൗസിൻ്റെ കയ്യിൽ എഗ്ഗ് വരച്ചു വെക്കുക.
ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ.